ഹലോ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി മീ. അപ്പോൾ നമ്മൾ ഇന്നിൻ്റെ ഈ ഭംഗിയുള്ള മുല്ലപ്പൂ മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ നമ്മുടെ ഫേസ് ടിഷ്യൂ ആണ് എടുക്കുന്നത്. ടുലിപ്സിൻ്റെ ഫേഷ്യൽ ടിഷ്യൂസാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ ഈ ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 95 രൂപയാണ് കേട്ടോ. ബോക്സിൽ 200 ഷീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ടിഷ്യൂ ആണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. നല്ല വൈറ്റ് കളറാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ നമ്മൾ ഇതുപോലെ ടിഷ്യൂ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ, ഇതുപോലെ ടിഷ്യൂ എടുക്കുമ്പം അതിൽ 2 ടിഷ്യൂ ഉണ്ടാവും. അതായത് നല്ല ചേർന്നായിരിക്കും ഈ ടിഷ്യൂസ് ഇങ്ങനെ ചേർന്നായിട്ടിരിക്കുന്നത്. 2 ടിഷ്യൂ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും 2 ടിഷ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾക്കത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് വരും. എന്തേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ 2 ടിഷ്യൂവിനെ നമ്മൾ ഒരുമിച്ച് വെച്ച് തന്നെയാണ് മടക്കുന്നത്, സെപ്പറേറ്റ് ആക്കുന്നില്ല. ഞാൻ ഇതുപോലെ ഇനി കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മടക്കിയെടുക്കുക. ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ലേസൊക്കെ മടക്കില്ലേ, മുഖം തുടയ്ക്കുന്ന അതുപോലെ നിങ്ങൾ ഇതേ കണക്ക് തന്നെ മടക്കിയെടുക്കുക. കറക്റ്റായിട്ട് തന്നെ മടക്കിയെടുക്കാൻ നോക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് വേണം നമ്മുടെ ചാനൽ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക വലുതാവാനായിട്ട്. നമുക്ക് ഗീവ് അവേ ഒക്കെ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കമൻസും ലൈക്കും ഒന്നും മറക്കല്ലേ. ഇനി ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഞാൻ 2 സൈഡും ഇതുപോലെ സർക്കിളായിട്ട്, അതായത് റാ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റായിട്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ ഷേപ്പ് പോലെ കിട്ടും. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ഇങ്ങനെയുള്ളൊരു സ്ട്രിങ് പോലെ ഒരു മാല പോലെ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. സൂക്ഷിച്ചെടുക്കുക, കീറിപ്പോവാതെ ശ്രദ്ധിക്കുക. ടിഷ്യൂ അല്ലേ, നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിനെ നമ്മൾ ജസ്റ്റ് കൈ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും 2ആയിട്ട് കിട്ടും. ഇത് ഞാൻ അതിന് മുമ്പ് ഇത് കട്ട് ചെയ്തെടുക്കണുണ്ടോ, 2 വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും വീണ്ടും എന്താ പറയുക, കുറേ ലെയേഴ്സ് തന്നെ നമ്മളിപ്പോൾ ഒരു ടിഷ്യൂ ഇതുപോലെ എടുക്കുമ്പോൾ, അതായത് 2 ടിഷ്യൂ ആണല്ലോ നമ്മൾ ഒന്ന് ഇതാക്കി എടുക്കുമ്പോൾ, അത് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ അതിന് വീണ്ടും ഇതാക്കുമ്പോൾ ഏറ്റവും തിൻ ലെയറും നമുക്ക് കിട്ടും ഇതുപോലെ കേട്ടോ. അതുപോലെ തിൻ ലെയറിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 2 വെച്ചിട്ട് ഞാൻ കൂടുതലും തിൻ ലെയർ, ഏറ്റവും തിന്നായിട്ട്, അതായത് എല്ലാം ഏറ്റവും ലാസ്റ്റ് തിൻ ലെയർ കട്ടിയില്ലാണ്ട് ഏറ്റവും തിന്നായിട്ടുള്ള ലെയർ വെച്ചിട്ടാണ് ആ പൂക്കൾ കൂടുതലും ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ 2 വെച്ച് ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഗ്രീൻ എൻ്റെ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ലേസും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ 2 വെച്ച് നമ്മൾ ഓരോന്നും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ഗ്രീനിഷ് ഇതുപോലെ ഞാനിങ്ങനെ കയ്യിലാക്കിയതിന് ശേഷം എന്നിട്ട് നമ്മുടെ കയ്യിൽ നല്ലോണം ആക്കുന്നുണ്ട്. ഇത് ബ്രഷ് പെൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് കളറായാലും മതി. അതിനാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ അതിൽ നിന്ന് ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഫാൻ ഉണ്ടാക്കില്ലേ, പേപ്പർ ഫാൻ, അതുപോലെ ഇതുപോലെ സിക്സാഗ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കുക. കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മുടെ നേരത്തെ കളർ ചെയ്ത ഒരു വിരലില്ലേ, അത് നമ്മൾ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതാക്കാം. വെള്ളത്തിൽ മുക്കിയാലേ കറക്റ്റ് കളറ് വരുവോളെ. വെള്ളത്തിൽ മുക്കിയില്ല കേട്ടോ ഞാൻ ആദ്യം. വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പച്ച, ഒരു തണ്ടിൻ്റെ പച്ച കളർ കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരുപാടെണ്ണം നമ്മളിതുപോലെ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ ഒരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ഞാൻ പറഞ്ഞു, 100 പേര് വേണം നമുക്ക് ഗീവ് അവേ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഗീവ് അവേയുടെ കാര്യം ഇതുപോലെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് തന്നെയാണ് മെയിൻ ഉദ്ദേശം. എന്താ പറയുക, നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ നമ്മൾ നമ്മുടെ കമൻറ്റ്സ് വഴിയൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ അധികം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ അധികം ചെയ്യണം കേട്ടോ.
ഇച്ചിരി ടൈം എടുക്കുമെങ്കിലും പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ തന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു വിരിഞ്ഞ മുല്ലപ്പൂവിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നീഡിലെടുക്കുക, നീഡിൽ സൂചി നൂലും എടുക്കുക. അതിനുശേഷം ഇത് ഓരോന്നും അതിലേക്ക് ഇതുപോലെ കോർത്ത് എടുക്കുക. ഓരോന്നും കോർത്തെടുക്കണം കേട്ടോ. ഇതുപോലെ കോർത്ത് കയ്യിൽ കുഞ്ഞു മക്കളാണ് ചെയ്യുന്നതെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. നിങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പായിട്ടും എടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഇത് ഇതുപോലെ ഒന്ന് കോർത്ത് എടുക്കാം. പിന്നെ ഗീവയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്താ പറയുക, നമ്മൾ 500 ആകുമ്പോഴാണ് ഗീവ് അവേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഗീവ് അവേ അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ 100 പേരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 395 പേരാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 100 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമ്മൾ ഗീവ് അവേയുടെ കാര്യം ഒന്ന് സെറ്റാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങോട്ട് എന്താ പറയുക ഇൻറ്ററാക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ കമൻറ്റ്സ് ഇടുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ടോപ്പ് കമൻറ്റ് സെലക്ട് ചെയ്യുമോ, അത് ചെയ്യുമോ, ഗീവ് അവേ തരുമോ, ഗിഫ്റ്റ് തരുമോ, എല്ലാം തരുന്നതെന്ന് എനിക്കും ആഗ്രഹമുണ്ടടാ. പക്ഷേ എന്താ നമ്മുടെ ചാനൽ കുറച്ചുകൂടി ഒന്ന് ക്ലിക്ക് ആവണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നമ്മുടെ കുഞ്ഞു ചാനലാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിലെ വളർച്ചയെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ദേ ഇതുപോലെ കെട്ടി ഏകദേശം എന്താ പറയുക കുറച്ചധികം ഞാൻ കറക്റ്റ് പറഞ്ഞാൽ 15 ടിഷ്യൂ വെച്ചിട്ടാണ് ഇത്രയും കെട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ അതേ എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ. തലയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ തലയിൽ വെച്ച ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാവേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ തലയിൽ വെച്ചൊന്ന് കണ്ടാലോ. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.